അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഐ ഗ്രൂപ്പ്. മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനം അനുവദിക്കുന്നില്ല എന്നാണ് ഐ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. നേതാക്കൾ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റാണല്ലോ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അബിൻ വർക്കി. മാത്രമല്ല, രാഹുലുമായി മത്സരത്തിലൂടെ പരാജയപ്പെട്ടാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലെങ്കിൽ സ്വാഭാവിക ചോയ്സ് അല്ലേ അബിൻ? എന്തുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത്? ഇപ്പോൾ ഐ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം എന്താണ്? യതീഷ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിട്ട് മാസം 1 കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി. അബിൻ വർക്കി, അതോടൊപ്പം തന്നെ KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ, ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമ്പോൾ അത് എ ഗ്രൂപ്പിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പദവിയാണ്. അതിനാൽ തന്നെ ഒരു നാമനിർദ്ദേശത്തിലൂടെ ഒരാൾ വരികയാണെങ്കിൽ പോലും എ ഗ്രൂപ്പിന് അത് വേണം. അങ്ങനെ അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം. എംപിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആ വിഷയത്തിൽ സംസാരിക്കാൻ കെ സി വേണുഗോപാലിനെ കാണുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അബിന്റെ കാര്യത്തിൽ അബിന് ക്ലെയിം ഉണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ആകെ പോൾ ചെയ്തത് 5 ലക്ഷത്തിനടുത്ത് വോട്ടാണ്. ആ വോട്ടിൽ രാഹുൽ മാങ്കൂട്ടം 2 ലക്ഷത്തോളം വോട്ട് പിടിക്കുമ്പോൾ 1.5 ലക്ഷത്തോളം വോട്ട് പിടിച്ച് ഏറ്റവും അടുത്ത് എത്താൻ അബിന് കഴിയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അധികം വോട്ട് പിടിച്ച് വൈസ് പ്രസിഡന്റായ ഒരാൾ നിൽക്കുമ്പോൾ മറ്റൊരാളെ എന്തിനാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതാണ് ഐ ഗ്രൂപ്പ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അബിനെ അധ്യക്ഷനാക്കിയില്ല എങ്കിൽ പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, ഇത്രയും ദിവസം ഈ അല്ലാതെ അടഞ്ഞുള്ള പ്രതിഷേധങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയുമൊക്കെയാണ് എങ്കിൽ ഇനി അങ്ങനെ ആവില്ല, പരസ്യമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. ഗ്രൂപ്പുകൾ പ്രസക്തമല്ല കോൺഗ്രസിൽ എന്ന തരത്തിലാണല്ലോ നേതാക്കളുടെ ഭാഗത്ത് പ്രതികരണം വരുന്നത്. ഇപ്പോൾ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് ഇക്വേഷൻ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് KM അഭിജിത്തിനായി ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ അടക്കമുള്ള, ബെന്യാമിൻ അടക്കം, MK രാഘവൻ അടക്കമുള്ള ആളുകളുടെ സംഘം കെ സി വേണുഗോപാലിനെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ അങ്ങ് മാറിമറിയുന്നു രാഹുലിന്റെ വിഷയത്തിന് ശേഷം. എന്തായാലും ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ളവർ പ്രത്യേകിച്ച് ആരുടെയും പേര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചയിൽ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഓരോ ചോയ്സ് ഉണ്ട്. ഈ അബിന്റെ കാര്യത്തിൽ അബിനെ അധ്യക്ഷനാക്കണമെന്നുള്ള ഉറച്ച നിലപാട് മറ്റു പല പ്രധാനപ്പെട്ട നേതാക്കളും ഐ ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ബിനു ചുള്ളിലിന്റെ കാര്യമാണ് എങ്കിൽ ബിനുവിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുകയാണ് കെ സി വേണുഗോപാലിനൊപ്പമുള്ള ആളുകൾ. എന്തൊക്കെയാണെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ, പരമാവധി 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയും. അതിന്റെ അന്തിമവട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി, അമൽ തേനമ്പറമ്പിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകും എന്ന സൂചന ഐ ഗ്രൂപ്പ് നേതാക്കളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുകയാണ്.